ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമുക്ക് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രെസ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം, സ്ട്രെസ് എന്ന് പറയുമ്പോൾ സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദത്തിൽ നമുക്ക് ജനറലി രണ്ട് വിഭാഗമായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് എക്സ്റ്റേണൽ, പുറത്തുനിന്ന് വരുന്നത് എന്താണ്? നമുക്കൊരു ഫിനാൻസ് പ്രോബ്ലം, അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിരിക്കുന്ന ജോലിപരമായ വിഷയങ്ങൾ, ഇതൊക്കെ എക്സ്റ്റേണലി നമുക്ക് ഒരു സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ. ഇൻറ്റേർണൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിന് പല ചോദ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമ്മർദ്ദമായിട്ടാണ് അവിടെ കരുതപ്പെടുന്നത്. എന്താണ്? എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഇതുവരെ ശരിയായില്ല, എൻ്റെ ലൈഫ് ഇങ്ങനെയല്ല പോകേണ്ടത്, കുറച്ചും കൂടെ ബെറ്ററായി പോകാമായിരുന്നു, നേരത്തെ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഉദ്ദേശിച്ച ഒരു ട്രാക്കിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിലവിലുള്ള സാഹചര്യത്തെ നമുക്ക് കോപ്പപ്പ് ആക്കാതെ, നമ്മൾ നിലവിലുള്ള സാഹചര്യത്തെ ഉൾക്കൊള്ളാതെ നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് അതൊരു സമ്മർദ്ദമായി, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു ഇൻറ്റേർണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് നടക്കുന്ന ചില കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യമാണ്. ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് റിലീസ് ചെയ്ത് പുറത്ത് വരാം എന്നുള്ളതാണ് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ എന്ത് തന്നെ വന്നിരുന്നാലും നമ്മുടെ മനസ്സിൻ്റെ കൂടെ ശരീരത്തിനും കുറേ എൻ്റർടൈൻമെൻറ്റുകൾ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു കുറച്ച് വ്യായാമങ്ങൾ ചെയ്യാം, നമുക്ക് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം, പുതിയതായിട്ട് ഒരു ഇൻവെൻഷൻ അല്ലെങ്കിൽ പുതിയതായിട്ട് ചില കാര്യങ്ങൾ അവിടെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് നമുക്ക് സംസാരിക്കാം. ചില കാര്യങ്ങൾ നമുക്ക് എത്ര നമുക്ക് സംസാരിച്ചാലും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയറിങ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് നമുക്ക് ചിലപ്പോൾ സഞ്ചരിക്കാം. ഈവൻ ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണറോട് നമുക്ക് സംസാരിക്കാം, പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ പാർട്ട്ണറോട് സംസാരിക്കുന്നതിനേക്കാളും ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ പാർട്ട്ണറോട് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും പുറത്ത് പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷനും ചിലപ്പോൾ ഇൻറ്റേർണലി നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും, നമുക്കൊരു വിഷമം ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ശരീരവും മനസ്സും എൻ്റർടൈൻമെൻറ്റിലോട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേരപ്പോക്കിലേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളോട്, അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിൽ കുറച്ച് വെജിറ്റബിൾ എങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഒന്നും നടന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ട് ആ പേപ്പറിനെ നമുക്ക് നശിപ്പിച്ച് കളയാം, വച്ചുകൊണ്ടിരിക്കേണ്ട, നശിപ്പിച്ച് കളയാം. പിന്നെ അതിൻ്റെ കൂടെ യോഗ, മെഡിറ്റേഷൻ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം, ഒരുപാട് വായിക്കാം. ഇങ്ങനെ നമ്മൾ എപ്പോഴും ഒരിടത്ത് ഗ്ലൂമി ആയിട്ടിരിക്കാതെ നമ്മുടെ ഓരോ സിറ്റുവേഷനിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം പുതിയതായിട്ട് ചെയ്യണത്. ഈവൻ ചിലപ്പോൾ നമുക്ക് പുതിയ സിനിമ കാണാൻ പോവാം, ഒരു പുതിയ സിനിമ ഇറങ്ങുന്ന സിനിമ കാണാൻ പോവാം. അപ്പോൾ ഇങ്ങനെയുള്ള എപ്പോഴും നമ്മുടെ മൈൻഡിനെ ഈ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിലോട്ട് വയ്ക്കുന്നതിന് ഉപരി ഫ്യൂച്ചറായിട്ട് എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, മേ ബി അതിൽ കിട്ടുന്ന നമുക്കൊരു ഒരു ഫിനാൻസ് അല്ലാണെന്ന് ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വെറുതെ ഒരിടത്ത് പോയി ഇരുന്നിട്ട് അവിടെ കുറച്ച് ക്യാമറാസൊക്കെ എടുത്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ. ഇങ്ങനെ നമ്മൾ അതിൽ നിന്ന് പുറത്തു വരാൻ, അല്ലെങ്കിൽ സ്വിച്ചിങ് ഓവർ ടു പ്രസൻറ്റ് സിനാറിയോ. നമുക്ക് പ്രസൻറ്റ് സിനാറിയോ എന്താണ്? ഒരു വിഷമഘട്ടമാണെങ്കിൽ അതിൽ നിന്ന് സ്വിച്ചിങ് ഓവർ ടു അനദർ സിനാറിയോ, അല്ലെങ്കിൽ വേറൊരു തോട്ട് പ്രോസസ്സിലോട്ട് പോവുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും. അല്ലാണ്ട് നമ്മൾ അതിൻ്റെ പുറകേന് നമ്മൾ സഞ്ചരിക്കേണ്ട കാര്യമാണ് ഇല്ല. കാരണം പുറകെ സഞ്ചരിക്കുമ്പോൾ എഗൈൻ വീണ്ടും ഈ പറയുന്ന സ്ട്രെസ്സും ആൻസൈറ്റിയും കൂടിക്കൊണ്ടേയിരിക്കും. അത് ഒരു കട്ട് കൊടുത്തിട്ട് നമ്മുടെ പ്രസൻ്റായിട്ട് നമുക്ക് എന്താണ് ഒരു ദുഃഖം വരുന്ന സാധനമുണ്ടോ അത് നമ്മൾ ഒരു റീൽ കട്ട് ചെയ്ത് കട്ട് കൊടുത്തിട്ട് നമുക്ക് സ്വിച്ചിങ് ഓവർ ടു അനദർ ഏരിയ, നമ്മുടെ മൈൻഡിനെ വേറൊരു ഏരിയയിലോട്ട് ഇട്ടേ പറ്റും. അങ്ങനെ ഇട്ടാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്.